5 സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ വാണിജ്യ സിലിണ്ടർ വില കുത്തനെ കൂട്ടി. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 993 രൂപയും. കുറച്ചെങ്കിലും കേരളത്തിലെ മീഡിയാസിനും ഇവിടുത്തെ നേതാക്കന്മാർക്കും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും വിവരവും ബോധവും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഗ്യാസ് കിട്ടുന്നു, മറ്റുള്ള രാജ്യങ്ങളിൽ ഗ്യാസ് കിട്ടുന്നില്ല, മറ്റുള്ള രാജ്യങ്ങളിൽ എപ്പോഴാണ് ഈ യുദ്ധ സാഹചര്യത്തിൽ വില കൂട്ടിയത്, ഇന്ത്യയിൽ എപ്പോഴാണ് യുദ്ധ സാഹചര്യത്തിൽ വില കൂട്ടിയത് എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ചില മലയാളി മണ്ടന്മാര് ഇവിടെ കോൺഗ്രസ് പാർട്ടി പറയുന്നതും കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധി പറയുന്നതും കേരളത്തിലെ ഈ ന്യൂസ് ചാനൽസ് പറയുന്നതൊക്കെ വിശ്വസിക്കും. ഇവര് ഈ വളച്ചൊടിക്കുന്ന കാര്യം സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ ഗൂഗിളിലോട്ടും ഇല്ലെങ്കിൽ ചാറ്റ് GPT-യിലോട്ടും ഒക്കെ പോയി ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ രാജ്യങ്ങളിൽ ഗ്യാസ് ലഭ്യതയുണ്ട്, ഇന്ത്യയിൽ ലഭ്യത പോലാണോ ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്കും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കും എല്ലാം അറിയാവുന്ന കാര്യമാണ് ഇവിടെ യുദ്ധ സാഹചര്യത്തിലാണ് ഈ ഗ്യാസ് കിട്ടാത്തത് എന്ന്. അതുമാത്രമല്ല ഈ വില കൂട്ടിയത് എന്തെന്ന് ഇവിടെ ഉള്ള എല്ലാ നേതാക്കന്മാർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും അത് BJPക്കെതിരെ ഒരു ആയുധമാക്കി എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇവരൊരിക്കലും ഇവിടെ ഈ യുദ്ധ സാഹചര്യത്തിലും BJP എന്നൊരു സർക്കാർ ഇവിടെ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഇത്രത്തോളം ഗ്യാസിന് ലഭ്യത ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണെന്ന് ഇവരാരും ഒന്നും പറയാൻ പോകുന്നത് പോലും ഇല്ല. തൊട്ടടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശിന് പോലും 5000 ലിറ്റർ ബാരല് ഇന്ത്യയാണ് ഡീസൽ കൊടുത്തത്. ഇത് മാത്രമല്ല പാകിസ്ഥാനിലൊന്നും ഈ ഡീസലും പെട്രോളും ഒന്നും കിട്ടാൻ പോലും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ഇന്ത്യയിൽ ഇതേപോലത്തെ പെട്രോളിനും ഡീസലും ഇവിടെ കിട്ടുകയും അതേപോലെ തന്നെ വിലവർധന ഉണ്ടാകുകയും ചെയ്യുന്നത്.